സാർ, ഇന്ന് കേരളം വിധി എഴുതുകയാണ്. ആരാണ് അടുത്തത് നമ്മളെ ഭരിക്കേണ്ടത് എന്നുള്ളതിന് ഇന്ന് ഒരു ഉത്തരം എല്ലാ മലയാളികളും ഇന്ന് നൽകും. രാവിലെ മുതൽ തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും പ്രവചനാതീതമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ വേണം നമുക്ക് പറയാം. ഇന്നലെ വരെ നല്ല മൗനപ്രചാരണമാണ്, പക്ഷെ ഇന്നലെ വരെ പല മണ്ഡലങ്ങളിലും പല വലിയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നമുക്ക് മൊത്തത്തിൽ അവലോകനം ചെയ്യുമ്പോൾ എങ്ങനെ വിലയിരുത്താനായിട്ട് സാധിക്കും? മുൻകാലങ്ങളിൽ കേരളത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പുമായി ഇതിനെ താരതമ്യപ്പെടുത്തിയാൽ വലിയ ഭരണവിരുദ്ധതയുണ്ട്, വലിയ പിണറായി വിരുദ്ധതയുണ്ട്. നമ്മൾ ആ കാലഘട്ടത്തിലെ ഒരു വോട്ടിംഗ് പാറ്റേണും വിജയ സാധ്യതയുമൊക്കെ പരിഗണിക്കുമ്പോൾ മിനിമം ഒരു 90-100 സീറ്റിന് UDF വിജയിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ UDF വിജയിക്കുമോ എന്ന് പോലും നമ്മൾ ഭയപ്പെടുന്നു. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ശരിക്കും ഒരു ത്രികോണ മത്സരമാണ്. 30 സീറ്റുകളിൽ BJP ശക്തമായ പോരാട്ടമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. നമുക്കതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. ഒരു ഉദാഹരണത്തിന് തിരുവല്ലയിൽ അനൂപ് ആൻ്റണി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം തിരുവല്ലയിലെ ചില സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചു. ശക്തമായ മത്സരമാണ് തിരുവല്ലയിൽ, ചെങ്ങന്നൂരിൽ, തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ സീറ്റുകളിലും. തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ പേരെടുത്ത് പറയുന്നത് നേമം കഴക്കൂട്ടമാണ്. പക്ഷെ അതിലപ്പുറം ചിറയൻകീഴ്, ആറ്റിങ്ങൽ, കാട്ടാക്കട, ഈ മണ്ഡലങ്ങളിലൊക്കെ ശക്തമായ മത്സരമാണ്. വട്ടിയൂർക്കാവിൽ പോലും ശ്രീലേഖ വളരെ തിളക്കമാർന്ന മത്സരമാണ്. ഈ തിളക്കമാർന്നത് എന്ന് പറയുമ്പോൾ ഞാനതിനെ വിജയസാധ്യതയിലേക്കല്ല ബന്ധിപ്പിക്കുന്നത്. ഒരു ത്രികോണ മത്സരത്തിൽ 3 സ്ഥാനാർത്ഥികളാണ് വരുന്നത്. ഒന്ന് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി LDF സ്ഥാനാർത്ഥി, 2 UDF സ്ഥാനാർത്ഥി, 3 NDA സ്ഥാനാർത്ഥി. വാസ്തവത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ട് മറ്റ് 2-3 സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്ന വോട്ടുമായി ഒന്ന് തുലനം ചെയ്യുമ്പോൾ അവരെക്കാൾ വളരെ കുറവായിരിക്കും വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടുക. ഇവിടെ 3ാം സ്ഥാനത്തേക്ക് ആരാണ്, 3ാം സ്ഥാനത്തെത്തുന്നയാൾ എത്രമാത്രം വോട്ട് പിടിക്കും, ഇതെല്ലാം മാനദണ്ഡമാകും വിജയി നിശ്ചയിക്കുന്നതിൽ. CPM-നെ സംബന്ധിച്ച് അതൊരു കേഡർ പാർട്ടിയാണ്. ആ കേഡർ പാർട്ടിയിൽ വിള്ളലുകൾ വീണു എന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പിണറായിസത്തിനെതിരെയുള്ള ഒരു വികാരം ആ പാർട്ടി പ്രവർത്തകരിലും അനുഭാവികൾക്കിടയിലുമൊക്കെ ശക്തമായുണ്ട്. ഇക്കുറി ഒരു തിരുത്തൽ വേണമെന്ന നിർബന്ധ ബുദ്ധി അവർക്കിടയിലുണ്ട്.